ബിഗ് ബോസ് സീസൺ 7 ലൈവ് എപ്പിസോഡാണ്. വ്യാഴാഴ്ച രാവിലെ കാണിക്കുന്ന എപ്പിസോഡാണ്. കിച്ചനാണ് കാണിക്കുന്ന. അവിടെ അനിമോള്, ജിസിൻ, ഷാനവാസ്, മുൻഷി ഇവർ 3 പേരും കൂടി അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യണം. പാത്രങ്ങളൊക്കെ കഴുകാൻ കുന്നുകൂടി കിടക്കുന്നു. ആരും ചെന്ന് സഹായിക്കുന്നില്ല. അനിമോള് പറയുന്ന ഈ പാത്രം ആരെങ്കിലും കഴുകി തന്നായിരുന്നെങ്കിൽ രാവിലത്തെ കാപ്പിക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാമായിരുന്നു. അപ്പം ജിസിൻ ചോദിക്കുന്ന അതിന് മാവ് ഗോതമ്പ് പൊടി ഉണ്ട് ഇന്നത്തേക്കുണ്ട് എന്ന് അനിമോള് പറയുന്നു. ആതിരെ, നൂറെ അവരെയൊക്കെ വിളിച്ചിട്ട് അവരാരും വരുന്നില്ല. അവരവിടെ കുറച്ച് ആളുകളുമൊക്കെ ആയിട്ട് അങ്ങ് ചർച്ച നടത്തിയാണ്. ജിസേൽ, ആര്യൻ, നൂറ, ആതിര, ശൈത്യ അങ്ങനെ 2-3 പേര് അവിടെ ഇരുന്ന് ബെഡിലിരുന്നാണ് ചർച്ച. ആര്യൻ നമ്മുടെ ജിസേലിൻ്റെ മടിയിൽ കിടക്കുന്നു. ജിസേൽ മസാജ് ചെയ്ത് കൊടുക്കുന്നു തലയിൽ. അങ്ങനെ അവിടെ ഭയങ്കര ചർച്ചയായിട്ട് കിടക്കുന്നു. അടുക്കളയിൽ ആരും ചെല്ലുന്നില്ല. മുൻഷി അവിടെ നിന്ന് പറയുന്നു, ഒരു 7 പേര് വന്ന് കിച്ചണിൽ കയറാമെങ്കിൽ പെട്ടെന്ന് ജോലിയാണ്, പാത്രങ്ങളൊക്കെ കഴുകി തീർന്നാൽ ജോലി തീരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നിവിൻ അങ്ങോട്ട് കയറി വരുന്നു. അപ്പം പറഞ്ഞു, തിന്നാൻ നേരത്തെ എല്ലാ എണ്ണവും വരും എന്ന് മുൻഷി പറയുന്നു. അതും കേട്ടുകൊണ്ട് നിവിൻ അവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് അനിമോള് ആതിരയും നൂറയും വിളിക്കുന്നു, വന്ന് പാത്രം കഴുകി തരൂ. അവരനങ്ങുന്നേയില്ല. മുൻഷി ഞാൻ ചെന്നപ്പോൾ അവിടെ സംസാരിക്കുന്നു, തിന്നാൻ സമയമാകുമ്പോൾ പാത്രവുമായിട്ട് വരുമെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ അക്ബർ പറയുന്നു, അങ്ങേർക്ക് ഭയങ്കര കുഴപ്പമാണ്. ഞാനിപ്പം ബിഗ് ബോസിൻ്റെ സീസൺ അവസാനമായതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറിയാനും. ഇനി ഉച്ചയ്ക്ക് നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് വേവിക്കാം എന്ന് പറഞ്ഞ് മുൻഷിയെ പറ്റി അവിടെ കുശുമ്പ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഉടായിപ്പ് നുണയൊക്കെ ഈ അക്ബർക്ക് പറയണമല്ലോ. നിവിൻ ഇച്ചിരി കൂടി ഇട്ടുകൂട്ടിയാണ് അക്ബർ എടുത്ത് പറഞ്ഞു കൊടുത്തത്. നിവിൻ എന്തെങ്കിലും കിട്ടിയാൽ ഒരിത്തിരി കൂടി ഇട്ടുകൂട്ടി ഒരാളെ ചീത്തയാക്കുന്ന രീതിയിൽ അവൻ്റെ ഒരു ഗെയിമുണ്ട്. ജിസിൻ ചെന്ന് ഇവരൊക്കെ കൂടിയിരിക്കുന്നിടത്ത് ആതിര, നൂറ, നമ്മൾ ആര്യൻ എല്ലാവരും ഒക്കെ ഇരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞ് ചെന്ന് പാത്രം കഴിവ്, അവിടെ ഒത്തിരി ജോലി അടുക്കളയിലുണ്ട്, എല്ലാവരും ചെല്ലാൻ പറഞ്ഞ് ആരും മൈൻഡ് ചെയ്തില്ല. ജിഷിൻ അവിടെ നിന്നിട്ട് ജിഷിൻ കുളിക്കാനൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിമോളെടുത്ത് ഷാനവാസ് പറഞ്ഞു, ഇനി ജോലിയൊക്കെ ഒരുമാതിരി ആക്കിയില്ല, ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞു, പൊക്കോളൂ ഷാനവാസ് ചേട്ടാ എന്ന് പറഞ്ഞു. ഇതിന് ശേഷം അനീഷ് വന്ന് അടുക്കളയിൽ നിന്ന് മാവ് കലക്കി വെച്ചിട്ട് അനീഷും പോയി. അനീഷിനെ കുറ്റം പറയാക്കൂല. 2-3 ദിവസം കൊണ്ട് അനീഷും അടുക്കളയിൽ കയറി നല്ലോണം ജോലി ചെയ്യുന്നു. അനീഷ് നോക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവിടെ കഥ പറയായിരിക്കുന്നു. അതുകൊണ്ട് അനീഷും ചെയ്തില്ല. അനീഷും മാവും കലക്കി വെച്ചിട്ട് പിന്നെ അനിമോൾ മാത്രമുണ്ട്. അവസാനം അനിമോൾ അക്ബറെ വിളിച്ചു. അക്ബറെ വന്ന് ദോശ ഇവിടെ കിച്ചണിൽ വേറെ ആരുമില്ല, എല്ലാവരും ഒരുമാതിരി ജോലി ഒതുക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. പാത്രം കഴുകാൻ ആതിരയും നൂറെ അത് വിളിച്ചിട്ട് ആരും വരുന്നില്ല. ഇതിനിടയ്ക്ക് ലക്ഷ്മിയും വന്ന് കുറച്ച് നേരം കിച്ചണിൽ സഹായിച്ചു. ആകെ പെണ്ണുങ്ങളായിട്ട് കയറിയത് അനിമോളും ലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു പെണ്ണുങ്ങളും ഒരു ജോലിയും ചെയ്യില്ല. പക്ഷേ ആണുങ്ങളാണ് കിച്ചണിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ അക്ബർ വന്ന് ദോശ ഇട്ട് അത് കണ്ടുകൊണ്ട് വന്ന ഒനിയൻ കയറി അടുക്കളയിൽ ജോലി ചെയ്യുന്നു. കറിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം കൂടി അവിടെ ഇരുന്ന് കഥ പറയുന്നു. അവിടുത്തെ ഭയങ്കരമായ ചർച്ചയാണ്. ബാബു മോനെ ശൈത്യ പ്രേമിക്കുന്നു, ആര്യൻ്റെ ചേട്ടനെ പ്രേമിക്കുന്നു, ആര്യന് കിട്ടിയ നെക്ലേസ് ശൈത്യയ്ക്ക് കൊടുക്കണം, നാത്തൂൻ എന്ന് വെച്ചാൽ ഈ ഒരു മെസ്സേജൊക്കെ കണ്ടിട്ടിനി ആര്യൻ്റെ ചേട്ടൻ ശൈത്യയെ പ്രേമിച്ചാലോ, അവന് വേറൊരു ജോലിയില്ല ഇവളെയൊക്കെ പ്രേമിക്കാൻ. അവക്കൊക്കെ ആരെ പ്രേമിക്കുന്ന കാര്യവും പറയാം. പക്ഷെ അനിമോൾ മാത്രം കൊള്ളൂല. അനിമോൾ അടുക്കളയിൽ കയറി എല്ലാം വേവിച്ച് കൊടുക്കുമ്പോൾ തിന്നാൻ അറിയാം, അതിന് അനിമോളെ കൊള്ളാം. അവൾ അടുക്കളയിൽ കയറുന്നു, അവൾ അടുക്കളയിലാണ് കാണിക്കുന്നത്, ഇതൊക്കെ പറയാനും അറിയാം.